ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു അപ്ലിക്കേഷൻ ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. എന്താണ്? ഒരു ഒരു പുഴ ഇങ്ങനെ ഒഴുകുന്നു. അതിൻ്റെ വീതി വിഡ്ത്ത് നമുക്ക് അളക്കണം. അത് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനെ നമുക്ക് നോക്കാം. ഇതാണ് ഒരു പുഴ ഒഴുകുന്നത് എന്ന് കരുതാം. നമുക്ക് ഇതിന്റെ വീതി അളക്കണം. നമ്മൾ ഈ പുഴയുടെ ഇക്കരയിൽ നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കാനേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറുകരയിൽ എന്തെങ്കിലും ഓബ്ജക്റ്റ് നമ്മൾ നോട്ട് ചെയ്യണം. സ്വാഭാവികമായിട്ടും ഒരു മരം എന്തെങ്കിലും ഉണ്ടാവും. സപ്പോസ് ഇത് ഒരു മരമാണെന്ന് കരുതുക. അങ്ങനെയുള്ള ഒരു മരം. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇക്കരയിൽ നിൽക്കുകയാണല്ലോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് ഈ മരം ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് അതിന് നേരെ നമ്മൾ ഇവിടെ വന്ന് നിൽക്കണം. എന്നിട്ട് മരത്തെ നോക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഇതാണ് ഇതിന്റെ വിഡ്ത്ത്. നമ്മൾ ഇവിടെ നിന്ന് ഒരല്പം മാറി ഇവിടെ ഒരു സ്റ്റിക്ക് ഫിക്സ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ഈ ഏകദേശം ഇവിടെ വന്ന് നമ്മൾ അല്പം പുറകോട്ട് മാറി ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ മരത്തെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിക്ക് ഈ ലൈൻ ഓഫ് സൈറ്റിൽ വരുന്ന പോലെ വന്ന് ഒബ്സർവ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് ഇവിടെ നിന്ന് അല്പം ഇങ്ങോട്ട് മാറുന്നു. ഇങ്ങോട്ട് മാറി ഒരു സ്റ്റിക്കും കൂടി ഫിക്സ് ചെയ്യുന്നു. അവിടെ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇവിടെ നിന്ന് ആണ് നമ്മൾ മരം ഒബ്സർവ് ചെയ്യുന്നത്. അതിന് ആ ലൈനിൽ ആണ് ഈ സ്റ്റിക്ക് വരുന്നത്. ഓക്കെ, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്യാം. കൺസിഡർ ദി ട്രയാങ്കിൾ എ ബി സി. സെക്കൻഡ് ട്രയാങ്കിൾ സി ഡി ഇ. ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഇ ഡി സി. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്ന്, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഇത് രണ്ടും ക്രോസ് ചെയ്യുന്ന രണ്ട് ലൈനുകളാണ്. നമുക്കറിയാം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ഇത് ഒരു 90 ഡിഗ്രി ആണല്ലോ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും 90 ഡിഗ്രി. സോറി, ഇത് 90 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ സെയിം ആണ്. ഇനി നോക്കൂ, നമ്മൾ ഈ പുഴ ഒഴുകുന്നത് പാരലായിട്ടാണ് എന്ന് അസ്യൂം ചെയ്യണം. ഈ രണ്ട് കരകളും പാരലാണ്. ഇത് 90 ഡിഗ്രി ആണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇത് പാരലാണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലാണ്. അപ്പൊ നമുക്കറിയാം ഈ പാരൽ ലൈനെ കട്ട് ചെയ്യുന്ന വേറൊരു ലൈൻ, ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു ലൈൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ആംഗിളും തുല്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെല്ലാം കിട്ടി? ഈ ട്രയാങ്കിളിലെ എ ബി സി എന്നുള്ള ട്രയാങ്കിള്, അതുപോലെ തന്നെ ഇ ഡി സി എന്നുള്ള ട്രയാങ്കിള്, അതില് എ എന്നുള്ള ആംഗിളും ഡി എന്നുള്ള ആംഗിളും തുല്യം, ബി എന്നുള്ള ആംഗിളും ഈ ആംഗിളും തുല്യം, പിന്നെ ഈ ആംഗിളും തുല്യം. അപ്പൊ നമുക്കറിയാം തിയറം അനുസരിച്ച്
3 കറസ്പോണ്ടിങ് ആംഗിൾസ് തുല്യമാണെങ്കിൽ ആ 2 ട്രയാങ്കിളും സിമിലർ ആയിരിക്കും. ഇവിടെ 3 കറസ്പോണ്ടിങ് ആംഗിൾസും തുല്യമാണ്. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ EDC ആർ സിമിലർ. അപ്പൊ ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണ്. അങ്ങനെയാണെങ്കിൽ തിയറം അനുസരിച്ച് 2 സിമിലർ ട്രയാങ്കിളിനെ സംബന്ധിച്ച് എന്താണ്? 2 സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ, 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അത് നമുക്ക് അറിയാവുന്ന തിയറമാണ്. അപ്പൊ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്താ? AB by ED. AB by ED equal to AB ആണെങ്കിൽ BC by CE. BC by CE. ഇവിടെ AB ആണെന്നോ നമുക്ക് അറിയേണ്ടത്. നമുക്ക് പുഴയുടെ വീതി അളക്കണ്ടാവും, വീതി അറിയേണ്ട വാല്യൂ AB. അപ്പൊ നമുക്ക് AB എങ്ങനെ കണ്ടുപിടിക്കാം? AB ഈക്വൽ ടു BC by CE into ED. നോക്കൂ, ഇവിടെ നമുക്ക് ഈ BC എന്നുള്ള ലെങ്ത് നമുക്ക് മാനുവലായിട്ട് അളക്കാം. നമ്മൾ ഇക്കരയാണല്ലോ, ഈ കരയിൽ ഈ പോയിന്റ് മുതൽ ഇവിടെ വരെയുള്ള നമുക്ക് അളക്കാം. അതുപോലെ തന്നെ C മുതൽ E വരെയുള്ള ഡിസ്റ്റൻസ് അളക്കാം. പിന്നെ E മുതൽ ഈ D വരെയുള്ള ഡിസ്റ്റൻസും നമുക്ക് മാനുവലായിട്ട് അളക്കാം. അപ്പൊ നമുക്ക് BC എന്നുള്ള വാല്യൂ A എന്ന് കരുതാം, CE എന്നുള്ളത് B എന്ന് കരുതാം, ED എന്നുള്ളത് C എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ കിട്ടും. BC A ED C divided by B CEP. Therefore, width of river equal to AC by B. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റിവറിന്റെ, ഫ്ലോയിങ് റിവറിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കാം. മനസ്സിലായല്ലോ? അപ്പൊ മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു റിവറിന്റെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇതാണ് മാത്തമാറ്റിക്സിന്റെ ഈ അപ്ലിക്കേഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.